ഈ പൂച്ചെണ്ട് എനിക്ക് വേണ്ട. എനിക്ക് പൂക്കളെക്കാൾ ഏറെ ഇഷ്ടം പേപ്പറുകളെയാ. കട്ടികൂടിയ വാക്കൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാനത് മനപ്പാടാക്കിയതാ. അതുകൊണ്ട് ഞാൻ പറയാ, അച്ഛനെ നിരാശയൊക്കെ മാറ്റണം. അതിരിക്കട്ടെ, ഈ ചായ ആരാ ഉണ്ടാക്കിയത്? ഈ ചായ ഞാനുണ്ടാക്കിയതാ. അച്ഛാ, ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞില്ല. നല്ല ചായ. നിനക്ക് നന്നായിട്ടേ ചായ ഉണ്ടാക്കാൻ അറിയാം. കൺഗ്രാറ്റുലേഷൻസ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ അറിഞ്ഞോ, കളക്ടർ ഇന്നാണ് ചാർജ് എടുക്കുന്നത്? ഞാൻ ഇന്നലെ അറിഞ്ഞു. ഭരണത്തിൽ ഇപ്പൊ വലിയ പ്രതിസന്ധികളല്ലേ. ഇനി പുതിയ ഭരണസമിതി വരുന്നതുവരെ കളക്ടർ ഭരണമായിരിക്കുമല്ലോ. ഇവിടേക്ക് ചാർജ് എടുക്കുന്നത് ഏതോ പേര് കേട്ട ലേഡി കളക്ടറാണെന്ന് പറയുന്നത് കേട്ടോ. എനിക്കറിയാം. പ്രശസ്തയാണ്, പ്രഗത്ഭയാണ്, അടിയുറച്ച് ആദർശമുള്ളവരുമാണ്. കളക്ടർ ശാലിനി. ഓ, ഈ കളക്ടറെ സാർ അറിയൂ? എവിടെ, ഇവളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവളെയൊക്കെ കയ്യിലെടുക്കാനാണോ പ്രയാസം? ആ കാര്യത്തിലൊക്കെ സാറൊരു കാലനാ. ഞാൻ ആ കാര്യത്തിന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു മഹാകാലന. ഈ കളക്ടറെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കയ്യിലെടുക്കണം. വലിയൊരു പദ്ധതി ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അത് പിന്നെ എനിക്ക് സാറിനെ അറിഞ്ഞൂടെ? ഒരു ആവശ്യമില്ലാതെ സാറിങ്ങനെ കളക്ടർ ഓഫീസിൽ കിടന്ന് കറങ്ങോ? പൊട്ടിയാടി. നമസ്കാരം മാഡം. കളക്ടർ വരുന്ന വിവരം അറിഞ്ഞ് സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. നമ്മൾ ആരാണാവോ? അയ്യോ, ഞാൻ അനന്തംപിള്ള, രാഷ്ട്രീയ നേതാവുമാണ്, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. വെൽക്കം മാഡം. നിങ്ങളാരാ? ഞാൻ ഈ അനന്തംപിള്ള സാറിന്റെ പിയയാ, പൊടിയാടി. അനന്തംപിള്ള സാർ ആരാണെന്ന് മാഡത്തിന് ശരിക്കും അറിയില്ലാന്ന് തോന്നുന്നു. ഈ പൂച്ചെണ്ട് എനിക്ക് വേണ്ട. എനിക്ക് പൂക്കളെക്കാൾ ഏറെ ഇഷ്ടം പേപ്പറുകളെയാ. ഈ നാട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. പൊതുവെ ഇവിടെ എങ്ങനെയാ? ശാന്തമായൊരു ജില്ലയാണോ? ഇവിടെ പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പണ്ട് ക്രിമിനൽസും വയലൻസും ഒക്കെയുള്ള ജില്ലയായിരുന്നു. ഇപ്പൊ പൊതുവെ ശാന്തം. മുരുകപ്പ കതിരേശനായിരുന്നില്ലേ ഇവിടെ മുൻപ് കളക്ടർ? അതെ മാം. ബ്രീഫ് മീ ഓൺ ദ പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ ഡിസ്ട്രിക്ട്, ലോ ആൻഡ് ഓർഡർ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എവറിഥിങ്. Thank you. Thank you very much. May I leave now, ma'am? Yeah, sure.
മാഡം ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ, വരാൻ പറയൂ. ശരി മാഡം. ഇയാളെ ഞാൻ പുറത്ത് വെച്ച് കണ്ടതാണല്ലോ. നമസ്കാരം മാഡം. സ്വീകരണ ചടങ്ങ് നടക്കുമ്പോ ശല്യം ചെയ്യണ്ടെന്ന് കരുതിയ ഞാൻ മാഡത്തിനെ എന്നെ വിശദമായി പരിചയപ്പെടുത്താത്തത്. ഞാൻ അനന്തപിള്ള, പാർട്ടി പ്രസിഡന്റ് ആണ്. അത് മാത്രമല്ല, ഒരു ചെറിയ റിലേഷനും കൂടി നമ്മൾ തമ്മിലുണ്ട്. റിലേഷനോ? യെസ്, മാഡത്തിന്റെ ഫാദർ ലോയിന്റെ ഫസ്റ്റ് കസിനാണ് ഞാന്. ഓ, മാഡം ഇങ്ങോട്ടാ വരുന്നതെന്ന് അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. കേട്ടപ്പോഴ് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഞാന് മാഡത്തിനെ കാണാൻ ഇങ്ങോട്ട് ഓടി വന്നത്. താങ്ക് യു. യെസ്, യു ആർ വെൽക്കം. മാഡത്തിനെ പോലെ എത്തിക്സ് ഉള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഈ ഡിസ്ട്രിക്റ്റിന് ആവശ്യം. മാഡം വരുന്നു എന്ന് കേട്ടപ്പോഴേ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ സന്തോഷത്തിലായിരുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും മാഡം പറയണം. രാഷ്ട്രീയ നേതാവാണെന്നും പറഞ്ഞ് ഒരു റെക്കമെൻഡേഷനുമായിട്ട് ഈ അനന്തംപിള്ള വരില്ല. അക്കാര്യത്തില് മാഡം പേടിക്കേണ്ട ആവശ്യമില്ല. വരുന്നതിനെന്താ? ജനുവനായ കേസുകളിലൊക്കെ രാഷ്ട്രീയക്കാർ ഇടപെട്ടേ പറ്റൂ എന്നതാണ് എൻ്റെ ഒരു പക്ഷം. അപ്പോ ഞാനിനി ശല്യപ്പെടുത്തുന്നില്ല. വീണ്ടും കാണാം. മാഡത്തിനെ കണ്ട വിവരം ഞാൻ അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറയാം. താങ്ക് യു. മാഡം, ഇപ്പൊ എന്നെ വന്ന് കണ്ടിട്ട് പോയ അനന്തപിള്ള അറിയോ? അറിയാലോ. അദ്ദേഹം വളരെ പ്രശസ്തനല്ലേ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളുമാണ്. പണ്ട് മുതലേ അദ്ദേഹം വലിയൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഇടയ്ക്ക് കുറച്ചുനാള് സ്റ്റേറ്റ്സിൽ പോയിരുന്നു. ഇപ്പൊ ഇവിടെ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. ഇയാള് വല്ല രാഷ്ട്രീയ തിമിങ്ങലാണോന്ന് അറിയാനാ. ഒരിക്കലുമല്ല മാഡം. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാ, വെറും പച്ച മനുഷ്യൻ. പിന്നെ മാഡത്തിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. കാരണം അനന്തംപിള്ള ജീവിതത്തിലുടനീളം ന്യായത്തിന്റെ ഭാഗത്തേ നിന്നിട്ടുള്ളൂ. പാവങ്ങളുടെ പടത്തലവനെന്നാ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ശരി, പൊയ്ക്കോളൂ. ഓക്കെ, ശരി മാഡം.